ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സംഖ്യയുടെ പുസ്തകം 2-ാം അധ്യായം. പാളയം അടിക്കേണ്ട ക്രമം. കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, ഇസ്രായേൽ ജനം അവരവരുടെ ഗോത്രമുദ്രയോട് കൂടിയ പതാകകൾക്ക് കീഴിൽ പാളയം അടിക്കണം. സമാഗമ കൂടാരത്തിന് അഭിമുഖമായി ചുറ്റും താവളമുറപ്പിക്കുകയും വേണം. അമ്മിനാദാബിന്റെ മകൻ നഹ്ശോന്റെ നേതൃത്വത്തിലുള്ള യൂദാഗോത്രം സൂര്യൻ ഉദിക്കുന്ന കിഴക്ക് ദിക്കിൽ സ്വന്തം പതാകയ്ക്ക് കീഴിൽ പാളയം അടിക്കണം. അവന്റെ സൈന്യത്തിൽ 74,600 പേർ. അതിനടുത്ത് സുവാറിന്റെ മകൻ നെത്താലേലിന്റെ നേതൃത്വത്തിലുള്ള ഇസ്സാക്കർ ഗോത്രം. അവന്റെ സൈന്യത്തിൽ 54,400 പേർ. അതിനപ്പുറം ഹേലോന്റെ പുത്രൻ എലിയാബിന്റെ നേതൃത്വത്തിലുള്ള സെബുലൂൺ ഗോത്രം. അവന്റെ സൈന്യത്തിൽ 57,400 പേർ. യൂദായുടെ പാളയത്തിലെ സൈന്യത്തിലാകെ 1,86,400 പേർ. അവരാണ് ആദ്യം പുറപ്പെടേണ്ടത്. ശതയൂറിന്റെ മകൻ എലീസൂറിന്റെ നേതൃത്വത്തിലുള്ള റൂബൻ ഗോത്രം ഗണങ്ങളായി തങ്ങളുടെ പതാകയ്ക്ക് കീഴിൽ തെക്കുഭാഗത്ത് പാളയമടിക്കണം. അവന്റെ സൈന്യത്തിൽ 46,500 പേർ. അതിനടുത്ത് സുരക്ഷദായിയുടെ പുത്രൻ ഷെലൂമിയേലിന്റെ നേതൃത്വത്തിലുള്ള ഷിമിയോൻ ഗോത്രം. അവന്റെ സൈന്യത്തിൽ 59,300 പേർ. അതിനപ്പുറം റെവുവേലിന്റെ പുത്രൻ എലിയാസഫിന്റെ നേതൃത്വത്തിലുള്ള ഗാദ് ഗോത്രം. അവന്റെ സൈന്യത്തിൽ 45,650 പേർ. റൂബൻ പാളയത്തിലാകെ 1,81,450 പേർ. ഇവരാണ് രണ്ടാമത് പുറപ്പെടേണ്ടത്. അനന്തരം പാളയങ്ങളുടെ മധ്യത്തിലായി ലേവ്യരുടെ പാളയത്തോടൊപ്പം സമാഗമ കൂടാരം കൊണ്ടുപോകണം. കൂടാരം അടിക്കുമ്പോഴെന്ന പോലെ തന്നെ പതാകയോടൊത്ത് ക്രമമനുസരിച്ച് ഓരോരുത്തരും പുറപ്പെടണം. അമ്മിഹൂദിന്റെ മകൻ എലീഷാമയുടെ നേതൃത്വത്തിലുള്ള എഫ്രായിം ഗോത്രം ഗണങ്ങളായി തങ്ങളുടെ പതാകയ്ക്ക് കീഴിൽ പടിഞ്ഞാറ് ഭാഗത്ത് താവളമടിക്കണം. അവന്റെ സൈന്യത്തിൽ 40,500 പേർ. അതിനടുത്ത് പെദക്സൂറിന്റെ പുത്രൻ ഗമാലിയേലിന്റെ നേതൃത്വത്തിലുള്ള മനാസെ ഗോത്രം. അവന്റെ സൈന്യത്തിൽ 30,200 പേർ. അതിനപ്പുറം ഗിദയോനിന്റെ പുത്രൻ അബിദാന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചമിൻ ഗോത്രം. അവന്റെ സൈന്യത്തിൽ 35,400 പേർ. എഫ്രായിം പാളയത്തിലാകെ 1,80,100 പേർ. അവരാണ് മൂന്നാമത് പുറപ്പെടേണ്ടത്. അമ്മിഷദായിയുടെ മകൻ അഹിയേസറിന്റെ നേതൃത്വത്തിലുള്ള ദാൻ ഗോത്രം ഗണങ്ങളായി തങ്ങളുടെ പതാകയ്ക്ക് കീഴിൽ വടക്കു ഭാഗത്ത് പാളയമടിക്കണം. അവന്റെ സൈന്യത്തിൽ 62,700 പേർ. അതിനടുത്ത് ഓക്രാന്റെ മകൻ പഗിയേലിന്റെ നേതൃത്വത്തിലുള്ള ആശേർ ഗോത്രം. അവന്റെ സൈന്യത്തിൽ 41,500 പേർ. അതിനപ്പുറം ഏനാന്റെ മകൻ അഹീറയുടെ നേതൃത്വത്തിലുള്ള നഫ്താലി ഗോത്രം. അവന്റെ സൈന്യത്തിൽ 53,400 പേർ. ദാനിന്റെ പാളയത്തിലാകെ 1,57,600 പേർ. സ്വന്തം പതാകകളോടുകൂടി അവരാണ് ഏറ്റവും അവസാനം പുറപ്പെടേണ്ടത്. ഗോത്രക്രമം അനുസരിച്ച് ജനസംഖ്യയിൽപ്പെട്ട ഇസ്രായേൽ ജനം ഇവരാണ്. പാളയത്തിലുണ്ടായിരുന്നവരും ഗണമനുസരിച്ച് കണക്കെടുക്കപ്പെട്ടവരുമായ ആളുകൾ ആകെ 6,03,550. കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ ജനത്തിന്റെ കൂടെ ലേവ്യരെ എണ്ണിയില്ല. കർത്താവ് മോശയോട് കൽപ്പിച്ച പ്രകാരം ഇസ്രായേൽ പ്രവർത്തിച്ചു. അവർ സ്വന്തം പതാകകൾക്ക് കീഴെ പാളയമടിക്കുകയും ഗോത്രവും കുടുംബവും അനുസരിച്ച് യാത്ര പുറപ്പെടുകയും ചെയ്തു.